ബാക്ക് ടു നില ഡയറീസ്. ഇറ്റ്സ് മീ സമ. ഇന്ന് ഞാൻ എന്തിൻ്റെ വീടായിട്ടാണ് വന്നിരിക്കുന്നത് അറിയാം. ഞാനിപ്പോൾ ഉള്ളത് അൽജാസിലാണ്. അപ്പോൾ അൽജാസിൽ നമ്മൾ അൽജാസ് ഫാമിലി എല്ലാവരും കൂടി ഒരു നോമ്പ് തുറ വെച്ചേക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇന്ന് എനിക്ക് നോമ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ എത്തുന്ന മുമ്പേ ഇവിടെ നിഹൊക്കെ എത്തിയിരുന്നു. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വേറെ തന്നെ ഒരു വൈബല്ലേ. എന്ത് കളി? ആർക്കെല്ലാം നോമ്പുള്ളത്? നമ്മൾ കസിൻസ് ഇവിടെ കഥ പറഞ്ഞിരിക്കുമ്പോൾ ഉമ്മമാർ അവിടുന്ന് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കില്ല. കല്ലുമ്മക്കായ് പൊരിക്കുന്നു, ഉന്നക്കായ് ഉണ്ടാക്കുന്നു, ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു. ജ്യൂസ് വാട്ടർമെലൺ ജ്യൂസും പിന്നെ മാംഗോ ജ്യൂസായിരുന്നു അവരുണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് അൽജാസിൽ പോയ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അവിടുത്തെ മാവിൽ കയറി കഥ പറയൽ. ഒരു പ്രാവശ്യം നിഹ അതിൽ കയറിയിട്ട് അവളെ കൈ ഒടിഞ്ഞിരുന്നു. അന്നേരം നമ്മളോട് പറയും മാവിൽ കയറണ്ടേ, കയ്യോ കാലോ ഓടിയോ. എന്നാലും നമ്മളോട് കയറിപ്പോവും. അത്ര ഇഷ്ടമാണ് നമുക്ക് അതിൽ കയറി കഥ പറയാൻ. നമ്മൾ അൽജാസിൽ പോയാലില്ലേ, ഒരു ദിവസം പോലും ഇല്ല അവിടുത്തെ മാവിൽ കയറാത്ത. നമ്മൾ എപ്പോഴും അവിടുത്തെ മാവിൽ കയറും. നോമ്പ് തുറക്കോൾ ഉന്നക്കായ്, സമൂസ, കല്ലുമ്മക്കായ് പൊരിച്ചത്, കട്ട്ലറ്റ്, ഫ്രൂട്ട്സ്, ഗ്രേപ്സ്, മാംഗോ, വാട്ടർമെലൺ, പിന്നെ ജ്യൂസ്. അങ്ങനെ നോമ്പ് തുറക്കാനായപ്പോൾ താനെ ജ്യൂസൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ച് മാംഗോ ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും. പിന്നെ നമുക്ക് മാമനും ലാലയും ഇല്ലാത്ത വിഷമമുണ്ട്. നല്ലൊരു മിസ്സിങ് ആയിരുന്നു നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയണം, നിഹ രാവിലെ തന്നെ അൽജാസിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അന്നേരം ദുവ ഇല്ലല്ലോ, അതുകൊണ്ട് ദുവ കരിഞ്ഞ് നിഹ വന്നതുകൊണ്ട് അതുകൊണ്ട് ദുവൻ്റെ കരച്ചിൽ മാറ്റാൻ ആപ്പ അവൾക്ക് കമ്പിത്തിരിയും മത്താപ്പൂവൊക്കെ വാങ്ങിക്കൊടുത്ത്. അതുകൊണ്ടാണ് ദുവ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അതൊക്കെ പൊട്ടിക്കാൻ റെഡിയാക്കി വെച്ച്. അല്ലാണ്ട് നമ്മൾ നോമ്പിന് അതൊന്നും പൊട്ടിക്കൂല കേട്ടോ. ദുവ കാരണം നമുക്ക് ഇതൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ സന്തോഷത്തിൽ എല്ലാം പൊട്ടിക്കാൻ തുടങ്ങി. വലിച്ചെറിയണേ. നമ്മളിന്ന് ഇവിടെ കിടന്ന് ഉറങ്ങൂല. അല്ല മക്കളെ, പിന്നെ രാത്രിത്തെ മെയിൻ ഫുഡ് ചിക്കൻ ബിരിയാണി, ഫിഷ് ഫ്രൈ, ചെമ്മീൻ മസാല, ചിക്കൻ കറി, ടയർ പത്തിരി, പൊറാട്ട ഒക്കെ ആയിരുന്നു. ഈ ഒരു നോമ്പ് തുറ നമുക്കെല്ലാവർക്കും ഒരു അടിപൊളി നോമ്പ് തുറയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.
നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ല പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്തേക്കും എല്ലാവർക്കും ബൈ.